ഞങ്ങൾ തമിഴ്നാട്ടിലെ 40 സ്ഥലങ്ങളിൽ മത്സരിക്കുകയാണ്. അതിൽ 20 പേർ സ്ത്രീകളും 20 പേർ പുരുഷന്മാരും ആണ്. ഞാൻ പറഞ്ഞു വരുന്ന സുഹൃത്തുക്കളെ, കഴിഞ്ഞ 15 വർഷകാലത്തോളമായി നാം തമിഴർ പാർട്ടി എന്ന് പറയുമ്പോൾ തമിഴരുടെ പാർട്ടി എന്ന് പറയുന്ന ഈ സംഘടിത സംഘികളുടെ കൂട്ടായ്മയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, പളനി ബാബയുടെ അനുയായികളും അതേപോലെ തന്നെ നാം തമിഴർ സീമാനന്റെ അനുയായികളും പ്രഭാകരന്റെ പേരമക്കളുമാണ് ഇനി അണിചേർന്നിട്ടുള്ളത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസ്ഥകൾ ഞാൻ പറയേണ്ടതില്ല. ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് ഭക്ഷണത്തിന്റെ പേരിൽ, വസ്ത്രത്തിന്റെ പേരിൽ വിഭാഗീയതയുണ്ടാക്കി രാജ്യത്തെ ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കണമെങ്കിൽ ഒരു നല്ലൊരു ഘടകം ഈ രാജ്യത്ത് കടന്നു വരേണ്ടതുണ്ട്. ഈ പറയുന്നതിന്റെ കാരണം, കഴിഞ്ഞ 50 വർഷമായി ഇന്ത്യ മഹാരാജ്യത്തെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ബാബരി മസ്ജിദിന്റെ തായ് കെട്ടിടങ്ങൾ 400 വർഷക്കാലം സുയോജിച്ച് ചെയ്തിരുന്ന ബാബരി മസ്ജിദിന്റെ തായ് കെട്ടിടങ്ങൾ തച്ചുകത്തർക്ക് തരിപ്പണമാക്കിയിട്ട് ഇവിടെ ഹോലുകളിച്ച ഈ നരോധരന്മാരുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ഞാൻ പറയേണ്ടതില്ല. നമുക്കറിയാം, ഗുജറാത്ത് കലാപവും കാശ്മീരിലെ ആസിഫ ബാലു അടക്കമുള്ളവരെ നമ്മൾ മറന്നിട്ടില്ല. മണിപ്പൂരിലെ പാവപ്പെട്ട ക്രിസ്ത്യൻ സഹോദരങ്ങൾ നമ്മൾ മറന്നിട്ടില്ല. ഈ രാജ്യത്ത് വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ചിത്രവും. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് മാംസത്തിന്റെ പേരില് ഈ രാജ്യത്ത് മുസ്ലിം സമുദായത്തെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ, വീടിനകത്ത് ബീഫ് വെച്ചാൽ കൊല ചെയ്യുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി പറയുന്നു ബീഫ് നമ്പർ 1 ആണെന്ന്. ബീഫ് എക്സ്പോർട്ടിനെ ഇന്ത്യ നമ്പർ 1 എന്ന് പറയുമ്പോൾ, ബീഫ് തിന്നാൻ പാടില്ല എന്ന് പറയുന്നവർ ഈ രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നത് BJP-യുടെ നേതാക്കന്മാർ എന്ന് കേൾക്കുമ്പോൾ രാജ്യത്തിന്റെ വർഗീയത ഒരു ധ്രുവീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ പുറമെ തന്നെ തമിഴ്നാട്ടിലേക്ക് എടുത്തു നോക്കൂ. ഈ പറയുന്ന ദ്രാവിഡ പാർട്ടികൾ DMK ആയിരിക്കട്ടെ, ADMK ആയിരിക്കട്ടെ, ഈ രാജ്യത്തെ BJP-യുടെ ഫലം ഇടതുമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് രാജ്യത്തെ വിറ്റുപിടിക്കുമ്പോൾ, ഒരു രാജ്യത്ത് എയർപോർട്ടുകളും ഹോസ്പിറ്റലുകളും ഇവിടെയുള്ള വ്യവസായങ്ങളും റെയിൽവേലുകളും എല്ലാം വിറ്റുപിടിക്കുമ്പോൾ, മറുവശത്ത് തമിഴ്നാടിന്റെ മണ്ണിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് കാണാൻ കഴിയുക? ഇവിടെയുള്ള മണൽ കൊള്ള നടത്തുന്നു, ഭൂമി കുത്തിക്കീറുന്നു, മരങ്ങൾ വെട്ടിമുറിക്കുന്നു. ഈ രാജ്യത്തെ ശ്വസിക്കാനുള്ള വായു ആഫ്രിക്കയിൽ നിന്ന് വരണമെന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കണം, ഇവിടെയുള്ള ദ്രാവിഡ പാർട്ടിയായ DMK ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ രാജ്യത്ത് മരങ്ങൾ മുറിക്കുന്നു, ഒരു മരം പോലും മരം മുറിക്കാൻ അനുമതി കൊടുത്തിരിക്കുന്നു. ഇവിടെ മലകൾ തുറന്നു പരത്തുന്നു. ഈ രാജ്യത്തിന്റെ അപകട നിലകളിലേക്ക് പോകുമ്പോൾ, വിരുദ്ധ തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത വസ്തുവിലേക്ക് ഈ രാജ്യം കടന്നു പോകുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ടതിരിക്കുന്നു. ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കണമെങ്കിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതാ കോൺഗ്രസിന്റെ 3 കോടി രൂപ സുഹൃത്തുക്കളെ ഊഴലൂരിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. എവിടുന്നാണ് 3 കോടി കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പോക്കറ്റിൽ വന്നതെന്ന് നാം തിരിച്ചറിയണം. DMK-യുടെ പൈസകൾ 1000 ഇതാ ഈ നാട്ടിലെ യൂണിറ്റിലെ DMK-യുടെ യൂണിറ്റിൽ 5 നേതാക്കന്മാർക്ക് ഒരു വ്യക്തിക്ക് 5 വീതം ഉറപ്പുകേൽപ്പിച്ച പാർട്ടി എവിടെയും പറയാൻ പറ്റും? നാണം കെട്ട കൈതകളെന്നല്ലാതെ എന്താണ് പറയാൻ പറ്റുക? ഇവര് 5 പുറപ്പാക്കിയ ഒരു പാർട്ടിക്ക് ഏതെങ്കിലും സംഘടനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഇവിടെയുള്ള പാവങ്ങളുടെ വഞ്ചിതരാക്കുകയാണ്. NRC-യുടെ പേര് പറഞ്ഞ്, CA-യുടെ പേര് പറഞ്ഞ് ഈ റോഡിന്റെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നോക്കിയാൽ മുകളിൽ നിന്ന് റൂട്ടിലൂടെ കടന്നു വരുന്ന റോഡിന്റെ കഥ എന്താണ്? ആ റോഡിന്റെ കോൺഗ്രസ് മുന്നിൽ നിന്നാൽ DMK എതിരെ, അതിന് കോൺഗ്രസ് മടങ്ങുന്നു. ADMK നിന്ന് DMK മടങ്ങുന്നു, DMK നിന്ന് ADMK മടങ്ങുന്നു, മറ്റൊന്ന് മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗ് മടങ്ങുന്നു. ഇവരെന്തിനാ ഇങ്ങനൊരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ നാട്ടിൽ? തിരിച്ചറിയണം സുഹൃത്തുക്കളെ, നമ്മളുടെ വോട്ട് ബാങ്കായി ഈ 50 വർഷക്കാലം നമ്മളെ വഞ്ചിച്ചിരിക്കുന്ന ഈ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് മോചനം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ നാടിന്റെ വികസനം എടുത്തു നോക്കൂ. ഒരു ഫുട്പാത്ത്, വെള്ളം പോലും പോകാത്ത ഫുട്പാത്തുകൾ,
എത്ര ഫണ്ടുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്? വെള്ളം പോലും പോവില്ല, കറണ്ടില്ല, കൃത്യമായ നിലപാടൊന്നുമില്ല. ഇവിടെ വരുന്ന കൗൺസിലർമാരായിട്ട് മെമ്പറായിട്ട് ആരോട് പറയുന്ന ഒരു കാര്യമില്ല. ഇവിടെ ഫണ്ടുകൾ എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ജയിലിലൂടെ കടത്തിവിട്ടിട്ടുള്ളത്. വെള്ളം പോകുമോ തിരിച്ചറിയണം. ഇവിടെ DMK-യുടെ 2, 3, 4, 5 ആളുകളാണ് ഈ നാട്ട് ഭരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ അവരുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അവർക്ക് എല്ലാം ഉണ്ട്. ഇവിടെയുള്ള കോൺട്രാക്ടർമാരെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. DMK-യും ADMK-യും ഉള്ളവർ കോൺട്രാക്ടർമാർ, അവർക്ക് പണിയുണ്ട്, അവർക്ക് ജോലിയുണ്ട്, അവർക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ, സമ്പത്ത് ഉണ്ടാക്കാൻ നിങ്ങൾ ഒരു അടിമകളായി, പിച്ചനായികളായി RSS ചെരുപ്പ് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയതുപോലെ നമ്മളെയും ചെരുപ്പ് നക്കികളായി മാറ്റുകയാണ് ഇവിടെയുള്ള ദ്രാവിഡ പാർട്ടികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയാണത്. നാടിന്റെ അവസ്ഥ നോക്കൂ. എന്താണ് ഇവിടെ? എന്താ അഴിമതിയാണ് ഇല്ലാത്തത്? ഇവിടെ എന്താണ് വികസനം കൊണ്ടുവന്നിട്ടുള്ളത്? മുമ്പ് ഒരു MLA ജയിച്ചു പോയി, ഇതുവരെ ഇവിടെ കടന്നു വന്നിട്ടില്ല. ആ MLA ഇവിടെ എന്ത് ഫണ്ടാണ് രൂപീകരിച്ചത്? MP എന്ന രാസ എന്ന MP ഇവിടെ കടന്നു വരുന്നോ? അന്ന് വോട്ട് വാങ്ങിപ്പോയിട്ട് ഇന്ന് ഈ സമയം വരെ ഈ പാക്കണയിൽ വന്നിട്ടുണ്ടോ? ചോദ്യം ചെയ്യണം നിങ്ങൾ. അല്ലാതെ നമ്മുടെ വോട്ട് 1000-ന് വേണ്ടി, 500-ന് വേണ്ടി, 100 രൂപയ്ക്ക് വേണ്ടി എന്തിനാണ് പിച്ച കൊടുക്കുന്നത്? ഈ ജനാധിപത്യത്തെ വിൽക്കരുത് നിങ്ങൾ. അതുകൊണ്ട് ഈ രാജ്യത്തൊരു ധ്രുവീകരണ ശാക്തീകരണത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ അത് നല്ലൊരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ വോട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. ചിലവർ പറഞ്ഞു ബി ടീമാണ്. ഈ നാം തമ്മിൽ പറ്റി BJP-യുടെ ബി ടീം എന്ന് പറഞ്ഞു. ആരാണ് ബി ടീം എന്ന് ഞങ്ങൾക്കറിയാം. ബി ടീം ആയിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ചിഹ്നമായ വ്യവസായി ചിഹ്നം RSS കാരണം BJP-യുടെ ആളുകളുമാണ് എടുത്ത് കളഞ്ഞത്. അവർക്ക് ചിഹ്നമുണ്ട്. ആ ചിഹ്നം ഞങ്ങൾക്ക് ചിഹ്നം ഏത് ചോദിച്ചാലും തരില്ല. അവർക്ക് ഇവിടെ നമുക്കറിയാം, നമുക്ക് ഉദയസൂര്യൻ 50 വർഷമായി കൊണ്ടു നടക്കുന്ന DMK-യും ഈ ഇരട്ടൽ കൊണ്ട് നടക്കുന്ന 50 വർഷമായി ADMK-യും. അതേപോലെ തന്നെ നമുക്ക് അറിയാം, ഈ രാജ്യത്തെ ധ്രുവീകരണങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞപ്പോ പറയുന്ന വോട്ട് ചോദിക്കുന്നു DMK വന്നില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന്. ഇവർ വന്നിട്ട് എന്താ കാര്യമുള്ളത്? ബാബരി മസ്ജിദ് പൊളിച്ചപ്പോ, ഇന്ത്യയുടെ തെരുവോരങ്ങളിലൊക്കെ പള്ളികൾ പൊളിച്ചപ്പോ, അല്ലെങ്കിൽ മദ്രസകൾ പൊളിക്കപ്പെട്ടപ്പോ എന്തെങ്കിലും ഒരു ശബ്ദമുയർത്തിയോ? ഇവർ ന്യൂനപക്ഷത്തിന്റെ വോട്ട് ചോദിക്കുകയാണ്. ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ രാജ്യം അപകട നിലയിലാണ്. എന്ത് അപകടമാണ് നമുക്കുള്ളത്? അപകടം പിടിച്ചുകൊടുക്കാൻ, ഈ അപകടത്തെ നേരിടാൻ നമുക്ക് കഴിയും. അതിന് പ്രാപ്തിയുള്ളൊരു ആളുകൾ തന്നെയാണ് മുസ്ലിം സമുദായം. ഇവിടെയുള്ള ദളിതനും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒന്നിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഫാസിസ്റ്റുകളെ അതിന്റെ സമയം വരുമ്പോൾ പോരാടാൻ നമ്മൾക്ക് കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ 1000 രൂപയ്ക്ക്, ഈ 1000 രൂപയ്ക്ക്, 500 രൂപയ്ക്ക് നിങ്ങളെ വോട്ട് നൽകരുത്. കാരണം 1000 രൂപയ്ക്ക് വേണ്ടി ഇവിടെ ഓഫീസിൽ കൊടുക്കുന്ന 1000 രൂപ 10ഉം 15ഉം പേർക്ക് 1000 കൊടുക്കുന്ന DMK ഒരു വശത്ത്, മറുവശത്ത് ADMK 500-ഉം 1000 കൊടുക്കുന്ന എവിടുന്നാണ് ഇവർക്ക് പണം? തിരിച്ചറിയണം. ഇതിനു വേണ്ടി കൂട്ടണി നിൽക്കുന്ന കുറെ മുസ്ലിം സമുദായ സംഘടനകളും അവരെ കൂടെ ഒരു സീറ്റിന് വേണ്ടി, 1 കോടിക്ക് വേണ്ടി, 2 കോടിക്ക് വേണ്ടി ഈ രാജ്യത്ത് വിറ്റുവയ്ക്കുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. CM-യുടെ പേര് പറഞ്ഞ് രാജ്യത്തെ വിഭജിക്കാതിരിക്കുന്ന ഇവരിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ നിങ്ങൾ ഒരു കൂട്ടമായി തെരഞ്ഞെടുക്കേണ്ടത് ഈ വരുന്ന ഇലക്ഷനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ലൈറ്റ് ആക്കാ ചോറാ. ഈ നാട്ടിലെ നല്ലതായ ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങൾ ഈ വരുന്ന ഇലക്ഷനുകളിൽ ഞങ്ങളുടെ വിജയകുമാർ അവർക്ക് ഇത് വിലയേറിയ ഓരോ വോട്ടും തേടി വിജയിപ്പിക്കണമേ എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം ഈ തമിഴ്നാടിന്റെ മണ്ണിലായിരിക്കട്ടെ, ഇന്ത്യയുടെ മണ്ണിലായിരിക്കട്ടെ, മുസ്ലിം സമുദായത്തിന് ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ അവിടെയെല്ലാം ആധികാരികമായി ഇടപെട്ട ഒരു പാർട്ടി അത് നാം തമിഴർ കക്ഷിയായിരുന്നു എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. എവിടെയെങ്കിലും മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞിട്ട് ഒരു വിഷയം വന്നിട്ട് ഇവിടെ ആധികാരികമായി
കെയോ DMK-യോ ഇടപെട്ടത് ഓർമ്മണ്ടോ? മുമ്പേ ADM ഭരിച്ച കാലത്താണ് NRCക്ക് CA-ക്ക് പോലും അവർ എല്ലാ പിന്തുണയും നൽകിയത് നമുക്കറിയാം. അവർ നിങ്ങൾ മറക്കരുത്, അവരെ മറക്കാൻ പാടില്ല. വരാൻ പോകുന്ന DMK-യും ഇത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത്. ഇവരെല്ലാം ഈ രാജ്യത്തെ വഞ്ചിക്കുന്നവരാണ്, കൊള്ളയടിക്കുന്നവരാണ്, കൊള്ളക്കാരാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞങ്ങൾ കഴിഞ്ഞ 15 വർഷമായി നാം തമിഴർ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, വരാൻ പോകുന്ന ഇലക്ഷൻ നിർണയിക്കേണ്ടതുണ്ട്. പിന്നെ പറയുന്നു NRC വന്നാൽ നമ്മൾ മുഴുകിക്കായുമെന്ന്. ആരും ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ തടസ്സം ചെയ്യുന്നവരെ പാർട്ടി എന്ന നിലയ്ക്കും ആ പാർട്ടിയുടെ അനുയായികൾ, പളനിപ്പാവയുടെ അനുയായികളും ശ്രീമാനന്റെ അനുയായികളും ഇനിക്കൊടുത്തോളം കാലം തമിഴ്നാടിന്റെ മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ ഞങ്ങൾക്ക് ഉറപ്പ് പ്രഖ്യാപിക്കാൻ കഴിയും. കാരണം എന്താ പറയുന്നത്, ഈ രാജ്യത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് അറിയാം. മദ്രാസിൽ വെള്ളം കയറിയപ്പോൾ ആരാണ് ഈ DMK-കാരനോ ADMK-കാരനോ ഇവിടെ ഉണ്ടായിരുന്നോ? അവിടെയുള്ളത് നാം തമിഴ് കക്ഷിയുടെ പ്രവർത്തകരായിരുന്നു. ആ വെള്ളം കയറിയ സമയത്ത് മദ്രാസിന്റെ തെരുവോരങ്ങളിൽ മഴവെള്ളം കയറിയപ്പോൾ അവരെ വീട്ടിലേക്ക് കടന്നു ചെന്നത് ഇങ്ങനെ പല പ്രശ്നങ്ങളിലും ഉടലെടുത്ത പ്രശ്നങ്ങളിലൊക്കെ ഞങ്ങൾ മുൻകൂട്ടി കണ്ടിരുന്നു. ബാബരി മസ്ജിദിന്റെ കേസിന് രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി അവിടെ നിർബന്ധമായി അവർ നടത്തിയപ്പോൾ തെരഞ്ഞെടുത്ത ദിവസം ഡോക്ടർ അംബേദ്കറിന്റെ ഒരു ദിവസമായിരുന്നു. ആ രാജ്യത്തിന് വേണ്ടി ഭരണഘടന എഴുതിയ ശില്പിയുടെ ആ ദിവസമായിരുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. രാജ്യത്ത് ധ്രുവീകരിക്കുന്ന ഫാസിസ്റ്റുകൾക്കൊപ്പം നിന്നുകൊണ്ട് ഇവർ നമ്മെ വഞ്ചിക്കുകയാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഗുജറാത്തിന്റെ കലാപം എപ്പോഴും നമ്മുടെ മുന്നിൽ വേണം. ആണ് നടക്കാൻ പോണ് ഇതേ കലാപങ്ങൾ ഇവിടെ അരങ്ങേറ്റം കുറിക്കുവാൻ പോകുകയാണ്. മരകരുതുന്നതിനെ 400 വർഷം പഴക്കമുള്ള ബാബരി മസ്ജിദിന്റെ കായികങ്ങൾ കെട്ടിടങ്ങളൊക്കെ രാമക്ഷേത്രങ്ങൾ ആ മസ്ജിദ് നമ്മൾ ഓർമ്മ വരേണ്ടതുണ്ട്. ഈ നിർണ്ണയിക്കേണ്ട കാലമാണ്. BJP-യെ ഭയപ്പെടുത്തി BJP-യെ കാണിച്ച് ഇവർ വോട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ തിരിച്ചറിയണം, ഇതൊന്നും ഭയപ്പെടേണ്ടവരല്ല മുസ്ലിം സമുദായം. അവർക്ക് ചരിത്രം ആവർത്തിക്കാനുള്ളതാണ്. ചരിത്രം ത്യാഗങ്ങളുടെ ഭാഗങ്ങൾ സഹിക്കേണ്ടവരാണ് എന്ന് മനസ്സിലാക്കി ഈ നുണപ്രചരണങ്ങളിൽ പെടരുകയെന്നാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ അവരെ കൊല ചെയ്യാൻ വരുമ്പോ ഞങ്ങൾ പറയുന്നു, പകർ നിങ്ങൾ പാഠമുണ്ടായാൽ മതി. മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം പകർ ഒരു പാഠമാണ്. ഇവിടെയാണ് അവിടെ ആ ഭദ്രയും മക്ക കാലഘട്ടവും ഓർമ്മ വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മുസ്ലിം സമുദായത്തിന്റെ വേദന ഏൽക്കേണ്ടതില്ല. ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമുദായം ഈ ലോകത്തും രാജ്യത്തും എല്ലാം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ പോകുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. പിന്നെന്തിനാണ് നമ്മളെ കുറിച്ച് ഭയപ്പെടേണ്ടത്? ഇതിലും വലിയ ആക്രമണങ്ങൾ വന്നിട്ടില്ലേ മക്ക കാലഘട്ടത്തില്? പിന്നെയാണോ നരേന്ദ്രമോദി പള്ളി പഠിക്കുന്നതിന്, മദ്രസ പഠിക്കുന്നതിന്, കൂട്ടക്കൊല ചെയ്യുന്നതിന് അവമന്നാൽ ഇനി ഇവിടെ ജീവിക്കാൻ പറ്റില്ല. പള്ളിയിൽ ശ്മശാനം നിരോധിക്കുമെന്ന് പറയുമ്പോ അതിലേക്ക് പ്രതിരോധിക്കുന്നത് ഈ സമുദായത്തോട് എന്തിനാണ് പേടിക്കേണ്ടത്? ഈ പേരും പറഞ്ഞുകൊണ്ട് തെരുവോരം വീട്ടിലൂടെ കടന്നുവരും DMK-യുടെയും ADMK-യുടെയും ആൾക്കാർ. ഇവർ നോക്കൂ, ഈ നാട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോ പോലും ഇല്ല ഇവിടെയുള്ള DMK-യും ADMK-യും ആൾക്കാർ. ഇന്ന് വീട്ടിൽ വരുമ്പോ എന്തൊക്കെ വിശേഷം? സുഖല്ലേ? എന്താ മുഖത്തിനൊരു കറുപ്പ്? എന്താ ഒരു ക്ഷീണം? എന്താ പണിയൊന്നും ഇല്ലേ? എന്താ ഇപ്പൊ പറ്റത്ത് ബുദ്ധിമുട്ടാണോ? ജോലി നോക്കണോ? എന്തൊക്കെ ചോദ്യം സ്വന്തം വാപ്പിയും ഈ മക്കളോട് ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ എന്തൊരു DMK-യും ADMK-കാരും അങ്ങനെ വോട്ട് ചോദിച്ച് വന്നിട്ട് ഈ വോട്ട് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവരുത്. നിങ്ങളൊക്കെ റഹ്മത്തിന്റെ മലക്ക് അസംസ്കാരത്തിന് ശേഷം ഇങ്ങനെ വരുന്നതാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അതേപോലെയാണ് റഹ്മത്തിന്റെ മലക്ക് അസർ കഴിഞ്ഞ പടിഞ്ഞാറുന്ന DMK-കാരനും തെക്കുന്ന DMK-കാരനും അപ്പുറത്തുനിന്ന് മുസ്ലിം ലീഗുകാരനും ഇപ്പുറത്തുനിന്ന് കോൺഗ്രസ്സുകാരനും അവർ വരിക കടന്നു വന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ വോട്ടാണ് നിർണ്ണയിക്കേണ്ട കേട്ടോ. BJP കടന്നു വരും. എന്താ BJP കടന്നു വന്ന എന്താ പുല്ലാണ്? ഇതിലും വലിയ ആവശ്യക നേരിട്ടവരല്ലേ നമ്മള്. എന്നിട്ട് 500 തരിക, 100 തരിക, 200 തരിക, ഭയപ്പെടുത്തുകയാണ്. എന്തിനാ നിങ്ങൾ ഭയപ്പെടേണ്ടത്? അങ്ങനെ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ BJP-യെ കാണിച്ചതിനാ വോട്ട് ചോദിക്കുന്നത്. 1000 കൊടുക്കണമെന്തിനാ? അങ്ങനെയാണെങ്കിൽ 2000 കൊടുക്കണമെന്തിനാ? 3 കോടി ഇവിടെ പിടിക്കപ്പെടുമ്പോൾ കൂട്ടണിയായ DMK-യുടെ കൂട്ടണിക്കാണ് 3 കോടി പിടിക്കപ്പെട്ടതെങ്കിൽ DMK-ക്ക് എത്ര പൈസ? ഞങ്ങൾ ഇന്നലെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെയുള്ള ഇലക്ഷൻ കമ്മീഷണർക്ക് പാക്കണയിലെ പല നേതാക്കന്മാരുടെ പേരുകൾ ഞങ്ങൾ കാണിച്ചു കൊടുക്കും. അവിടെ റെയ്ഡ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചെയ്യിപ്പിക്കും. അതിന് വേണ്ട നടപടികൾ ഇന്നലെ തീർത്തു കഴിഞ്ഞു. ആ റെയ്ഡ് വൈകിക്കാതെ ഇവിടെ പല നേതാക്കന്മാരുടെ വീടുകളിൽ ചെയ്യിപ്പിക്കും ഞങ്ങൾ ഇൻഷാ അല്ലാഹ്. ബാബരി മസ്ജിദിനെ ഓർത്തിട്ട്, അൽസിസാമാനിനെ ഓർത്തിട്ട്, ഗുജറാത്ത് കലാപത്തെ ഓർത്തിട്ട് ഈ സമുദായത്തെ വഞ്ചിക്കുന്നവരുടെ വീടുകളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലാൻ വിളിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇന്നോ നാളുകളിൽ ഇവിടെ റെയ്ഡ് ചെയ്ത്
കൊടുത്ത് 2000 ഒളിപ്പിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പണം കൊടുത്ത് ഈ വോട്ട് ലഭിക്കുന്ന സമ്പ്രദായം മുന്നോട്ട് വെക്കുന്നത് അവസാനിപ്പിക്കുക തന്നെ ചെയ്യും നാം തമിഴർ പാർട്ടി. അതിനുവേണ്ടി തന്നെയാണ് ഇറങ്ങിക്കൊണ്ടിട്ടുള്ളത്. ഇത് മനസ്സിലാക്കണം. ഓരോ ഭാഗങ്ങളിൽ പോയോ നേരത്തെ പറയുന്നു DMK വന്നിട്ടില്ല, അവർ വോട്ട് ചോദിച്ച് വന്നു പോയതാണ്, ഇന്ന് ഇതുവരെ വന്നിട്ടില്ല. ഒരു സ്ട്രീറ്റ് ലൈറ്റില്ല, കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിലില്ല, ഡെയിലിയുടെ പ്രശ്നത്തിലില്ല. ഓരോന്നിന്റെയും അങ്ങനെ ഓരോ പ്രശ്നങ്ങളിലും ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് തിരിച്ചറിയണം. നമ്മുടെ നാട്ടിന്റെ വികസനമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഉത്തരേന്ത്യൻ പ്രശ്നങ്ങളൊന്നും നിങ്ങളോട് കൂടുതൽ പറയേണ്ടതില്ല. നമ്മുടെ നാടിന്റെ വിഷയങ്ങൾ ഞാൻ പറയുന്നു. എന്താണ് ഇവിടെ ചെയ്തതെന്ന് നിങ്ങൾ കൃത്യമായി പഠിക്കണം. പഠിച്ചേ പറ്റൂ. 1000 രൂപയ്ക്ക് വോട്ട്, 2000 രൂപയ്ക്ക് വോട്ട്, 1000 രൂപ പത്താക്ക് വെച്ച് കൊടുക്കണം, 500 രൂപ പത്താക്ക് വെച്ച് കൊടുക്കണം. എവിടുന്ന് പണം? നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ 4-5 നേതാക്കന്മാർ എല്ലാത്തിലും ഉണ്ടാവും. അവർക്കൊക്കെ പണം വന്നിട്ടുണ്ടാവും. അവർ നിന്നിട്ട് നിങ്ങൾക്ക് നൽകും 1000 രൂപ, എന്നിട്ട് 500 നൽകും, ചായക്ക് പൈസ നൽകും, ബാക്കി പൈസക്ക് ഇവര് പോക്കറ്റിലോ. ഇതാണ് ഇവരുടെ പേടി. നിങ്ങൾ ഇവർക്ക് പ്രോത്സാഹന പാടാൻ നടക്കരുത്. ഇവർ പറയുന്ന നുണയിൽ വഞ്ചിതരാവരുത്. അതുകൊണ്ടൊരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ മാറ്റം കൊണ്ടുവരണം. മാറ്റം കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളും ഇവർക്ക് അടക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പല പാർട്ടികളും വന്ന് ചോദിക്കുന്നു, ഞങ്ങൾ സംരക്ഷിക്കും മുസ്ലിങ്ങളെ. NRC ആണ് ഫുൾ വിഷയം. എന്ത് NRC ചങ്ങന്മാരും ഞമ്മക്കത് ചാറ്റനെന്ത് മത്സര NRC കേട്ടിട്ട് അവർ പേടിപ്പിക്കുന്നത്. NRC ഒന്ന് എന്നെ പൊണ്ണു பண்ண முடியாது. തമിഴ്നാട്ടിൽ സീമാനെണ്ണം ഇരിക്കുന്നുള്ളോടത്തോളം കാലം NRC ഞങ്ങൾക്കൊരു പ്രശ്നമില്ലാതെ തെരുവിൽ നേരിടുമെന്ന് പറയേണ്ട ആർജവമുണ്ടോ നിങ്ങൾക്ക്? എന്നിട്ട് പറയുന്നു നിങ്ങൾ ജയിക്കോ, നിങ്ങൾക്ക് മെമ്പർ ഉണ്ടോ, കൗൺസിലർ ഉണ്ടോ, MP ഉണ്ടോ? ഒന്നുമില്ല. ഞങ്ങൾ ഒറ്റയ്ക്കാണ്. ഒരു കക്ഷിയില്ല. കള്ള് വാങ്ങി കൊടുക്കില്ല, പണം കൊടുക്കുന്നില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു കൂട്ടണിയുമില്ലാതെ. അതേപോലെ DMKക്ക് ഒറ്റ കക്ഷിക്ക് പണം കൊടുക്കാതെ, കള്ളു കൊടുക്കാതെ DMKക്ക് ഞങ്ങളോട് മത്സരിക്കാണ്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് അവിടെ മുക്കാസ്ഥാനം മത്സരിക്കുമ്പോൾ ഞങ്ങളൊരു പോർക്കുലർ ആകട്ടെ, ഞങ്ങൾ ജയിക്കും. കൂട്ടണി പാടില്ല, കള്ളു കൊടുക്കരുത്, പൈസ കൊടുക്കരുത്. പറ്റുമോ? കഴിയൂല. കാരണം എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ ജയിക്കും, നിങ്ങൾ ജയിക്കാൻ പോണില്ല. ഞങ്ങൾ നിർണയിക്കും. ഈ 2024 തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നിർണയിക്കും. നിങ്ങളുടെ കഴിഞ്ഞ വർഷം 3ാമത്തെ തവണയാണ് ഞങ്ങൾ മത്സരത്തിലേക്ക് വരുന്നത്. 8000 വോട്ട് ആദ്യം വാങ്ങി, പിന്നെ 18,000 വോട്ട് വാങ്ങി. 1ാമത് തമിഴ്നാടിൽ ചരിത്രം കുറിക്കാൻ പോകുന്നു. ആ 68ഓളം ലക്ഷം വോട്ടുകൾ തമിഴ്നാട് വാങ്ങിയപ്പോൾ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും നിന്നൊരു പാർട്ടി, അതാണ് നാം തമിഴർ പാർട്ടി. ഒറ്റയ്ക്ക് ചങ്കൂറ്റത്തുള്ള പുലി പോലെ, ആരെയും ഭയപ്പെടാതെ. ഇവിടെ ഞങ്ങൾക്കെതിരെ BJP, DMK എതിരെ, ADMK എതിരെ, മുസ്ലിം ലീഗെതിരെ, ഫാത്തിമ ലീഗെതിരെ, എല്ലാ ലീഗും താമോഗി, തമിഴ്നാട് മുസ്ലിം മുന്നേറ്റകയും, മനിതീകൃത മക്കൾ കക്ഷിയും, വിടുതலை സിറുത്തും എല്ലാം എതിരെ, എല്ലാത്തിനും മുന്നിലൊക്കെ പോരടിച്ച് നിൽക്കാൻ ഒരു പാർട്ടി നാം തമിഴ് പാർട്ടി. അതാണ് പുലി, അതാണ് ചങ്കൂറ്റം, നെറ്റലുള്ള ഒരു പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെയാണ് അവരെ നമ്മളെ ഭയപ്പെടുന്നത്. ഒറ്റയ്ക്ക് ചങ്കൂറ്റത്തോടെ നിന്ന് പറയാൻ, ആവേശത്തോടെ നിന്ന് പറയാൻ ഒരു പാർട്ടി വേണ്ടേ? അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് നിൽക്കുന്ന ഒരു പാർട്ടി. അപ്പൊ പറയാം ജയിക്കുമെന്ന്. ഞങ്ങൾക്ക് ജയിക്കണമെന്ന്, തോറ്റ് ജയിക്കണമെന്നാകരുത്. തോൽവി ഞങ്ങൾ ഒരു വിജയമായി കാണുന്നവരാണോ? അതാണ് മനസ്സിലാക്കേണ്ടത്. തോൽവി ജയമല്ലെന്നാണ്. സത്യത്തിന്റെ കൂടെ നിൽക്കുക. നിങ്ങൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. ഒരു ദിവസം ജീവി കാണത്തോടുകൂടി പണയം വെക്കുന്നതിനാ നമ്മുടെ വോട്ട്